നമസ്കാരം സുഹൃത്തുക്കളെ. കേരളത്തിലെ ലക്ഷക്കണക്കിന് PSC ഉദ്യോഗാർത്ഥികൾ ഉറ്റുനോക്കുന്ന ഒരു നിർണായകമായ ഒരു ചർച്ചയിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. 2013 ഏപ്രിൽ 1 ശേഷം നിയമിതരായവർക്ക് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിക്കൽ പ്രായം 60 വയസ്സായി വർദ്ധിപ്പിച്ചു. വിരമിക്കൽ പ്രായം 4 വർഷം വർദ്ധിപ്പിച്ചിട്ടും PSC ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി മാത്രം ഇന്നും 36 തന്നെ നിൽക്കുന്നു. ഇതിന് ആനുപാതികമായി വർദ്ധിപ്പിക്കേണ്ടത് ഉദ്യോഗാർത്ഥികളുടെ അവകാശമല്ലേ? ഇതൊരു നയപരമായ തീരുമാനമായതിനാൽ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലാണ് നമ്മുടെ ഭാവി. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ഭാവിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്നത്. കോവിഡ് മഹാമാരി കവർന്നെടുത്ത വർഷങ്ങൾ, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിലേക്കുള്ള PSCയുടെ കുതിച്ചുചാട്ടം, മഹാമാരി വരുത്തിയ വിനകൾ, ഇതൊക്കെ ഉയർന്ന പ്രായപരിധി 36 നിന്ന് 40 ആക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. വിരമിക്കൽ പ്രായം കൂടുമ്പോൾ നിയമനങ്ങൾ വൈകുന്നത് മൂലം അവസരങ്ങൾ നഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു കൈത്താങ്ങായി ആയിരിക്കും, ഇല്ലേ? ഈ അനീതിക്കെതിരെ കേരളത്തിലെ 14 ജില്ലകളിലെയും ഉദ്യോഗാർത്ഥികൾ സംഘടിക്കുകയും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കുകയും ചെയ്തു. OA നമ്പർ 954/2025 എന്ന ഹർജിയിൽ 2025 ജൂണിൽ അനുകൂലമായ ഒരു വിധി നമുക്ക് വരികയുണ്ടായി. പരാതിക്കാരെ 2 മാസത്തിനകം ഹിയറിങ്ങിന് വിളിക്കണമെന്നും 3 മാസത്തിനകം തീരുമാനമെടുക്കണമെന്നുമായിരുന്നു ആ വിധി. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ 2025 ഒക്ടോബർ 16 ഹിയറിംഗ് നടന്നു. നിലവിൽ ഹിയറിംഗ് റിപ്പോർട്ട് തയ്യാറാക്കി P&ARD വഴി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്കായി സമർപ്പിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സർക്കാർ ട്രൈബ്യൂണൽ ഉത്തരവ് കൂടി പരിഗണിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉടൻ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ നിയമ പോരാട്ടത്തിൽ പങ്കുചേരാൻ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണം. നമ്മുടെ ഈ ശബ്ദം, നമ്മുടെ ഓരോരുത്തരുടെയും ഈ ശബ്ദം ഗവൺമെൻറ്റിനെ ഉണർത്തട്ടെ. നമുക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം നൽകട്ടെ എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമുക്ക് നല്ലൊരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് എക്സാം എഴുതാൻ പ്രായപരിധി അതിക്രമിച്ചവർക്ക് എക്സാം എഴുതാനുള്ള അവകാശം ഗവൺമെൻറ് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.